പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെ എന്ന സെഗ്മെൻ്റ് ആകുന്നു. നിങ്ങളുടെ നാളെ 2024 ഡിസംബർ 3-ാം തീയതിയത്തെ ശുഭാശുഭ ഫലങ്ങളാകുന്നു. തൃശ്ശൂരിൽ പ്രാദേശിക സൂര്യോദയം കാലത്ത് 6:32 അസ്തമയം വൈകിട്ട് 5:57 നാളത്തെ രാഹുകാലം ചൊവ്വാഴ്ച നിങ്ങൾക്ക് സുപരിചിതമാണ്. 3 മണി മുതൽ 4:30 വരെയുള്ള വൈകിട്ടത്തെ സമയമാകുന്നു രാഹുകാലം. എങ്കിലും പ്രാദേശിക സൂര്യോദയപ്രകാരം നമുക്ക് രാഹുകാലം വൈകിട്ട് 3:32 മുതൽ 5:02 വരെയുള്ള സമയം രാഹുകാലമായി കണക്കാക്കേണ്ടതാണ്. നാളത്തെ നക്ഷത്രം വെളുത്തപക്ഷത്തിലെ മൂലം നക്ഷത്രമാകുന്നു. നാളെ തിഥി ദ്വിതീയ തിഥിയാകുന്നു. കറുത്തപക്ഷം കഴിഞ്ഞ് അമാവാസി കഴിഞ്ഞ് ദ്വിതീയ തിഥിയിലേക്ക്, വെളുത്തപക്ഷത്തിലെ 2-ാം തിഥിയിലേക്ക് ചന്ദ്രൻ പ്രവേശിച്ചിരിക്കുകയാണ്. എങ്കിലും വെളുത്തപക്ഷം 5-ാം തീയതി വരെ പ്രായേണ ചന്ദ്രൻ ദുർബലമായി തന്നെയാണ് നാം കണക്കാക്കുന്നത്. അതേ രീതിയിൽ പൗർണമി വെളുത്തവാവ് കഴിഞ്ഞാൽ കറുത്തപക്ഷം 5-ാം തീയതി വരെ നാം ചന്ദ്രനെ വളരെ ബലമുള്ളതായി കണക്കാക്കുന്നു. അപ്രകാരം വെളുത്തപക്ഷത്തിലെ പഞ്ചമി തിഥി വരെയുള്ള 5-ാം തിഥി വരെ ചന്ദ്രൻ അത്ര ബലവാനല്ല. എങ്കിലും വെളുത്തപക്ഷത്തിലെ ദ്വിതീയ തിഥിയാണ്. ശുഭകാര്യങ്ങൾക്ക് നാം ഉപയോഗിക്കുന്ന നക്ഷത്രമാകുന്നു മൂലം നക്ഷത്രം. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാലത്ത് 9:45 മുതൽ 11:30 വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി സ്വീകരിക്കാവുന്നതാണ്. ചൊവ്വാഴ്ചയാണ്, പലരും മുഖം ചുളിക്കും. എങ്കിലും നല്ല നക്ഷത്രമാണ്. മംഗളകർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും ചൊവ്വയ്ക്ക് മംഗളഹ എന്ന് പേരും വന്നിരിക്കുന്നത്. നാളത്തെ നിങ്ങളുടെ പ്രാർത്ഥന, ചൊവ്വാഴ്ചയാണെങ്കിൽ സുബ്രഹ്മണ്യനുമായി വളരെയധികം ബന്ധമുള്ള ദിനവുമാണ്. അതിനാൽ നാളത്തെ ദിനം സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനവും, അപ്രകാരം തന്നെ സർപ്പസങ്കേതങ്ങളിൽ ആയില്യപൂജ, സർപ്പബലിയും ചെയ്യുന്നത് വളരെ ഗുണപരമാണ്. സുബ്രഹ്മണ്യൻ്റെ മൂലബീജമന്ത്രമാകുന്നു ഓം വജദ്ഭുവേ നമഃ എന്ന മന്ത്രം. അപ്രകാരം തന്നെ ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ എന്നീ മന്ത്രങ്ങളും രാഹുകേതുവിൻ്റെ ദോഷങ്ങൾ മാറാൻ വളരെയധികം പര്യാപ്തമാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ ഒരു നല്ല നാളെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.